അതായത് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി മാറും എന്ന് ഹദീസിൽ പഠിപ്പിച്ചു. ഇന്ന് കാണുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളൊക്കെ ഈ 73-ൽ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ എണ്ണാൻ പറ്റില്ല. അതല്ല 73. ഇപ്പോൾ സുന്നി 1, 2, 3 വിഭാഗങ്ങൾ, മുജാഹിദ് 2, 3 വിഭാഗങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞല്ല 73 പറയുന്നത്. 73 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 73 ആശയങ്ങളാണ്. ഒരു ആശയം ഒരു പക്ഷേ 10 ടീമിനടുത്തുണ്ടാവും. അതേ ടീമിന് വേറെ വിഷയത്തിൽ വേറെ ടീമിന് ആശയം ഉണ്ടാവും. അല്ലാതെ ഈ 73 സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഇങ്ങനത്തെ 73 അല്ലത്. അതൊക്കെ ചില ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ്. ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച സൗകര്യങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെയാണത്. സംഘടനാ സംവിധാനത്തിന്റെ പേരിൽ മാത്രം അതൊരു വിഭാഗമായി അല്ലെങ്കിൽ അത് ഒരു 73 ഒരു എണ്ണം കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതല്ല. അതുകൊണ്ടാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട് അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന പേരിൽ. ത്വാഹിദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആലിം, അദ്ദേഹം 1000 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. വ്യത്യസ്തമായ വിഭാഗങ്ങളെ വേർതിരിച്ച് അവരുടെ ആശയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം അന്നുള്ള 72 സംഘങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. 72 സംഘത്തെ അന്ന് 1000 കൊല്ലം മുമ്പ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പിഴച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം ആ 1000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പിന്നെ വേറെ എത്ര വന്നിട്ടുണ്ടാവും അതേപോലെ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം, ഇനി ഏത് സംഘം വന്നാലും അന്ന് എണ്ണിപ്പറഞ്ഞ ആ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആശയമായിരിക്കും ഇനി വരുന്നോ പറയാൻ. പുതിയ ആശയം പറയാണ്ടാവില്ല. അപ്പൊ ഇത് കേവലം ഒരു പാർട്ടി ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു സംഘടന ആളായിപ്പോയി, അതുകൊണ്ട് പോലെ ശരീര പക്ഷത്താണ്, അല്ലെങ്കിൽ ഒരു തെറ്റായ ആളാണ് എന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ഉള്ളവർ.